അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂൺ കൃഷി സ്റ്റാർട്ട് ചെയ്തു എന്നും അതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് 2-3 വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂൺ കൃഷീൻ്റെ തുടക്കം എന്നുള്ള രീതിക്ക് നമ്മുടെ കൂൺ ബഡിൽ ആദ്യമായിട്ട് കൂണ് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസത്തേന്ന് രണ്ടാമത്തെ ദിവസം ആയപ്പോഴേക്കും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ 2 ബഡിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈക്കോലിനും ഇതുപോലെ കൂൺ കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നല്ലോണം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യും, അത്ര തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ ദിവസമുള്ള കൂണിൻ്റെ അവസ്ഥ കേട്ടോ. നല്ലോണം പൊട്ടിക്കാറായിട്ടുണ്ട്. കൂൺ മുള വന്നിട്ട് 3ാമത്തെ ദിവസം ആകുമ്പോൾ തന്നെ നമുക്ക് പൊട്ടിക്കാറാവുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും അടുത്ത ബഡിൽ കുറച്ച് വലിപ്പം വന്നിട്ടുണ്ടായിരുന്നു. 2-3 സൈഡിലായിട്ട് കൂണുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുപ്പിച്ച് 2-3 ദിവസം പൊട്ടിക്കാനുള്ളത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത്രയും ഒന്നും നമ്മുടെ ഫസ്റ്റത്തെ ഒരു സ്റ്റാർട്ടിങ് പോലുള്ളതിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇതിൽ ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് കൂണ് പൊട്ടിക്കാൻ പറ്റും. ഞാൻ അത്ര എളുപ്പത്തിൽ കിട്ടുമെന്ന് വിചാരിച്ചല്ല, അതാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത് കേട്ടോ. പക്ഷെ എന്നാലും ഞാനത് പിടിച്ചെടുത്തത് നല്ല ഭംഗിയുള്ള കൂണാട്ടോ. ഒരു നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് എനിക്കറിയണ്ടായിരുന്നില്ല. എന്നാലും എങ്ങനെയൊക്കെയോ കറിയൊക്കെ വെച്ചിട്ട് വലിയ കുഴപ്പമില്ല. നാടൻ കൂണിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള കൂൺ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ സത്യം തന്നെ പറയണമല്ലോ. പിന്നെ ആദ്യത്തെ ദിവസം നമ്മൾ കൂണ് പൊട്ടിച്ചു. 2ാമത്തെ ദിവസം പൊട്ടിക്കാറായിട്ടുണ്ട്. അത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കൂണ് ഉണ്ടായിട്ട് ആദ്യം തന്നെ ഒരു ചെറിയൊരു മുള പോലെ വരുള്ളൂ. 2ാമത്തെ ദിവസം കുറച്ച് വലിപ്പം വന്നിട്ടുണ്ടാവും കേട്ടോ. 3ാമത്തെ ദിവസമാണ് നമ്മൾ കൂണ് പൊട്ടിക്കേണ്ടത്. പിന്നെയും നമ്മളത് 4ാമത്തെ ദിവസത്തിലേക്കൊക്കെ വെക്കുകയാണെങ്കിൽ കൂണിൻ്റെ കളറിലും ഒക്കെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടാവും കേട്ടോ. ചെറിയൊരു വാട്ടം പോലെയൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇനിയും കൂൺ കൃഷി ചെയ്യണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.